അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവാണ്. കുറച്ച് ദിവസം നാട്ടിൽ നിന്നും അതിനുശേഷമുള്ള മടക്കയാത്ര. അപ്പോൾ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. യാത്ര തുടരുകയാണ്. നമ്മുടെ സ്വന്തം ഇരിട്ടി ടൗണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇരിട്ടിക്കാർക്ക് ഏറ്റവും അടുത്തുള്ള റൂട്ടാണ് ഇരിട്ടി കൂട്ടുപുഴ, നമ്മുടെ മാക്കൂട്ട് അച്ചര റോഡ്. അപ്പോൾ നമ്മളിതാ ഇരിട്ടി, നമ്മുടെ സ്വന്തം പട്ടണം. അപ്പോൾ നമുക്ക് ഓൺ ദ വേ ടു ബാംഗ്ലൂർ. ഇവിടെ ഇരിട്ടിയുടെ പുതിയ പാലമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇരുമ്പ് പാലമുണ്ട്. അങ്ങനെ നമ്മളിതാ കേരളത്തിൻ്റെ ബോർഡർ കഴിയാൻ പോവുകയാണ്. കൂട്ടുപുഴ എന്നുള്ള സ്ഥലത്തെത്തി. ഇവിടെ നമ്മുടെ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കർണാടകത്തിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുകയാണ്. പഴയ പാലം ഉണ്ടായിരുന്നു. പഴയ പാലം ഇപ്പോൾ ഫുൾ അടച്ചിട്ടാണുള്ളത്. ഇവിടെ നമുക്ക് കൂട്ടുപുഴയിൽ നിന്ന് കർണാടകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പാലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കർണാടക സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ കർണാടകത്തിൻ്റെ റോഡ് കുറച്ച് പ്രശ്നങ്ങളാണ്. കുറച്ച് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. വഴിയിൽ കുറേ അതിഥികളുണ്ട്. അവർക്കെന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. അത് കഴിക്കുന്ന തിരക്കിലാണ് കുരങ്ങന്മാരൊക്കെ. അപ്പോൾ പോകുന്ന വഴി ചായ കുടിക്കാൻ നിർത്തിയില്ല. നമ്മൾ വരുമ്പോൾ വാങ്ങിച്ച ഇവിടെ ചിക്കൻ റോൾ ഉണ്ടായിരുന്നു, അത് ലൈമും. അപ്പോൾ ചായ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മുടെ ചായ, ഇന്നത്തെ ചായ ഇതിലൊതുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ മാക്കൂട്ടം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-10 കിലോമീറ്റർ നമുക്ക് ഈ കാടുകളിലേക്കൂടെയാണ് പോകേണ്ടത്. നമ്മളങ്ങനെ ഓണിക്കുപ്പിയും കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്കുള്ള യാത്ര തുടരുകയാണ്. നല്ല എന്താ പറയുക, ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അപ്പുറം ഇപ്പോഴും നല്ല കാടുകളാണ്. അതിനിടയിലൂടെയുള്ള നല്ല റോഡ്. ഇവിടെയൊന്നും റോഡിന് പ്രശ്നങ്ങളില്ല. അത് വേണ്ടാത്തതുണ്ട്. ഹൈവേയിൽ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ക്യാമറകളാണ്. അപ്പോൾ നമ്മുടെ കിലോമീറ്റർ എത്ര 100-ന് മേലെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈൻ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കാണിച്ചു തരുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്യാമറ എത്ര സ്പീഡാണ് നമ്മൾ പോകുന്നത് നമ്മൾ ക്യാമറയിൽ കാണിച്ചു തരുകയും ചെയ്യുന്നുണ്ട്. ടോള് കടക്കുകയാണ്. ടോള് 150 രൂപ ടോളുണ്ട്.
കൊടുത്തേ മതിയോ. നമ്മളെ സ്പീഡ് മേലെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ 84